അടുത്തത് ബി വിജയലക്ഷ്മിയാണ്. അപ്ലൈഡ് ഫിസിക്സിൽ റിസർച്ച് ചെയ്തിരുന്ന ബി വിജയലക്ഷ്മി. അവർ തൃശ്ശിനാപ്പള്ളിയിലാണ് ജനിച്ചത്. 1974 അവർ മദ്രാസ് സർവകലാശാലയിൽ റിസർച്ചിന് വേണ്ടി ചേരുന്നത്. അതിന് ശേഷം അവർ ഒരുപാട് ഗവേഷണ പദ്ധതികളുമായി ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അവർക്ക് ക്യാൻസർ പിടിപെടുകയാണ് ചെയ്യുന്നത്. പക്ഷേ സാധാരണ ഏതൊരു വ്യക്തിയും അമ്പയെ തളർന്നു പോകുന്ന അത്തരമൊരു സാഹചര്യത്തിൽ വിജയലക്ഷ്മി ശാസ്ത്ര പഠനത്തിന് വേണ്ടിയിട്ടുള്ള തൻ്റെ ആഗ്രഹത്തെ മുൻനിർത്തി വീണ്ടും ആ രോഗവുമായി എതിരിടാൻ തന്നെയാണ് ശ്രമിച്ചത്. അങ്ങനെ നടക്കാൻ പോലും സാധിക്കാതെ വീൽചെയറിൽ ഒരുപാട് ലബോറട്ടറികളിലും ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലുമൊക്കെ പഠനാർത്ഥം അവിടെ ചെല്ലുന്ന വിജയലക്ഷ്മിയെക്കുറിച്ച് സഹപ്രവർത്തകർ പലരും ആദരവോടുകൂടി ഓർമ്മകൾ പങ്കുവച്ചിട്ടുണ്ട്. അത് അവരുടെ കുറച്ചു കാലമേ അവർ ജീവിച്ചിരുന്നുള്ളൂ. 1985 അവർ നിര്യാതയായി. പക്ഷേ ആ കുറച്ചു കാലം കൊണ്ട് ശാസ്ത്ര ഗവേഷണങ്ങൾക്ക് ഒരു വ്യക്തി എത്രമാത്രം പ്രാധാന്യം നൽകുന്നു എന്നുള്ളതിൻ്റെ ഒരു വലിയ മാതൃകയായിട്ടാണ് അവരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, ചെറിയ ഒരു രോഗത്തിൻ്റെ മുന്നിൽ പോലും പേടിക്കുന്നവർ എത്ര പേരാണുള്ളത് അല്ലേ? നമുക്കറിയാമത്. പലർക്കും രോഗത്തെ പേടിയും ശങ്കയും നമുക്ക് ഇങ്ങനെ ഒരു അവസ്ഥയായല്ലോ എന്നുള്ള ഒരു എന്താ പറയുക, ഒരു സ്വന്തം അവസ്ഥയെക്കുറിച്ചുള്ള വല്ലാത്തൊരു സങ്കടമൊക്കെയാണ്. അങ്ങനെ ഒരു ഇൻഫീരിയർ ഫീലിംഗ് ഉണ്ടായിട്ടാണ് ഒരുപാട് പേർ പല പ്രശ്നങ്ങളിലും ചെന്ന് ചേരുന്നത്. അവർക്കൊക്കെ ബി വിജയലക്ഷ്മിയുടെ ഒരു ജീവിതം വലിയൊരു മാതൃകയാണ്, വലിയൊരു പ്രോത്സാഹനമാണ്. അത്രയും കഷ്ടപ്പാടുകൾക്കിടയിലും അവർ ശാസ്ത്ര ലോകത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രയത്നിച്ചു. നീണ്ട വർഷങ്ങളുടെ ഒരു ഗവേഷണ ചരിത്രമോ അല്ലെങ്കിൽ ബിരുദങ്ങളുടെ ഒരു തിളക്കമോ അല്ല വിജയലക്ഷ്മിയെ ഈ ഒരു പട്ടികയിൽ ഇടം പിടിക്കാൻ സഹായിച്ചത്. മറിച്ച് കുറച്ചു കാലമേ ജീവിച്ചിരുന്നുള്ളൂ എങ്കിലും അതിനിടയ്ക്ക് അവർ ശാസ്ത്രീയമായ പരീക്ഷണങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കുമൊക്കെ സൈദ്ധാന്തിക ഊർജ്ജതന്ത്രം എന്നുള്ളത് ആ കാലഘട്ടത്തിലെ വലിയ ഒരു കുതിച്ചുചാട്ടത്തിൻ്റെ ഒരു മേഖലയിലായിരുന്നു. അതിലേക്ക് മറ്റുള്ളവരെയും ആകർഷിക്കാൻ മാത്രം ഉള്ള ഒരു സേവന സന്നദ്ധമായിട്ടുള്ള ഒരു സ്വഭാവമായിരുന്നു അവർ പുലർത്തിയത്. ഇപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ ബി വിജയലക്ഷ്മി നമുക്ക് വളരെയേറെ ആദരണീയയായ ഒരു ശാസ്ത്രജ്ഞയായിട്ട് സ്ഥിരപ്രതിഷ്ഠ നേടി. ഓർഗാനിക് കെമിസ്ട്രിയിൽ ഗവേഷണങ്ങൾ നടത്തിയ ഒരു ശാസ്ത്ര പ്രതിഭയായിരുന്നു അസിമ ചാറ്റർജി. അവർ 1938 കൽക്കത്ത യൂണിവേഴ്സിറ്റിയിൽ നിന്നും MSc തുടർന്ന് 1944 ഡോക്ടറേറ്റും നേടുന്നത്. തുടർന്ന് ലേഡി ബ്രാബോൺ കോളേജിൽ കെമിസ്ട്രി വിഭാഗത്തിൻ്റെ മേധാവി എന്ന രീതിയിൽ 1940 അസിമ ചാറ്റർജി ചേരുകയും ഓണററി ലെക്ചററായി തുടർന്ന് നിയമിക്കപ്പെടുകയും ചെയ്തു. അമേരിക്കയിലെ വിസ്കോൺസിൻ യൂണിവേഴ്സിറ്റിയിലെ ഒരു വലിയ ഗവേഷണ പ്രയത്നത്തിൽ അവർ പങ്കാളിയായി. ഒരുപാട് ഗവേഷണങ്ങൾ പ്രകൃതിദത്ത ഉൽപ്പന്നങ്ങളെക്കുറിച്ച് നടത്തിയിട്ടുണ്ട്. ജീവശാസ്ത്രപരമായി സജീവമായ ആൽക്കോയിഡുകളെക്കുറിച്ചുള്ള പഠനം ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. മാത്രമല്ല, ഇതെല്ലാം ഈ ഓർഗാനിക് കെമിസ്ട്രിയിലുള്ള ഈ ഒരു ഗവേഷണം ഒരുപാട് മരുന്നുകൾ കണ്ടുപിടിക്കാനുള്ള പാതയിലേക്കാണ് വഴിതെളിച്ചത്. ഉദാഹരണത്തിന് അപസ്മാരത്തിനെതിരായിട്ടുള്ള ഒരു മരുന്ന്, മലമ്പനിക്കെതിരായിട്ടുള്ള മരുന്ന് എന്നിവ വിവിധ സസ്യങ്ങളിൽ നിന്ന് അവർ വികസിപ്പിച്ചെടുത്തു എന്നുള്ളതാണ്. പേറ്റന്റ് ലഭിച്ചിട്ടുള്ള ഈ മരുന്നുകൾ ഇപ്പോൾ വിവിധ കമ്പനികൾ നിർമ്മിച്ചു നൽകുന്നുണ്ട്. അങ്ങനെ ശാസ്ത്ര ഗവേഷണത്തിലൂടെ മാനവരാശിക്ക് വലിയ പ്രയോജനം നൽകുന്ന ഒരു പ്രയത്ന രീതിയാണ്, ഒരു പദ്ധതിയാണ് അവർ രൂപീകരിച്ചത്. മാത്രമല്ല, അവരുടെ വിദ്യാർത്ഥികളെ കൊണ്ട് വളരെ കാര്യമായി ഈ ഒരു അക്ഷീണമായ പ്രയത്നം നടത്തിക്കുക എന്നുള്ള അത്തരത്തിലുള്ള ഒരു ചുമതല കൂടി അവർ ഏറ്റിരുന്നു. അപ്പോൾ ഏറ്റവും മികച്ച ഒരു ഗൈഡ് എന്നുള്ള രീതിയിലും അസിമ ചാറ്റർജി അറിയപ്പെടുന്നു.
ഓർഗാനിക് കെമിസ്ട്രി എന്നുള്ള നമുക്കിന്ന് വളരെ കേട്ട് പഴകിയിട്ടുള്ള ഒരു ശാസ്ത്ര വിഭാഗത്തിൽ നിർണായകമായ പല വഴിത്തിരിവുകളിലേക്കും ചെന്നെത്തിയ കുറേ ഗവേഷണങ്ങൾക്കാണ് അവർ മുൻകൈ നൽകിയത്. ഇരാവതി കാർവേ 1905 ജനിക്കുന്നത്. ഇരാവതി എന്ന നദിയുടെ ഓർമ്മയിലാണ് അച്ഛൻ മകൾക്ക് ആ പേരിട്ടത് എന്ന് പറയുന്നു. ഇരാവതി കാർവേ നരവംശാസ്ത്രത്തിലാണ് താല്പര്യം കാണിച്ചത്. അവരുടേതായിട്ടുള്ള ഒരു പഠന മേഖല വളരെ പെട്ടെന്ന് തന്നെ തിരഞ്ഞെടുത്തു. ഇന്ത്യക്കാർ എന്നാൽ എന്താണ് ഇന്ത്യക്കാരുടെ സവിശേഷതകൾ, ജനസമൂഹങ്ങളുടെ ചരിത്രപരവും പ്രാക്ചരിത്രപരവുമായ സഞ്ചാരങ്ങളുടെ അടിസ്ഥാനം എന്താണ്, ജാതി എന്നാൽ എന്താണ് എന്നിങ്ങനെ ഒട്ടേറെ സാമൂഹ്യശാസ്ത്രപരവും നരവംശാസ്ത്രപരവുമായ ഗവേഷണങ്ങളിലേക്കാണ് ഇരാവതി കാർവേ ചെന്നെത്തിയത്. ഋഗ്വേദം, അഥർവവേദം, മഹാഭാരതം എന്നിവയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പഠനങ്ങൾ അവർ നടത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കിൻഷിപ്പ് ഓർഗനൈസേഷൻ ഇൻ ഇന്ത്യ എന്ന ഒരു പുസ്തകം അവർ രചിക്കുകയും ചെയ്തു. വലിയ ചില സൈദ്ധാന്തികമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് നടത്തിയ ഈ ഗവേഷണങ്ങളും ഈ പുസ്തകരചനയും ഇന്ത്യൻ സാമൂഹ്യശാസ്ത്ര ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ചില സംഭാവനകൾ ആയി മാറി. യുഗാന്ത എന്ന കൃതി വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു കൃതി കൂടിയാണത്. മാത്രമല്ല മഹാഭാരത പഠനങ്ങൾ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കൃതികൾ, മഹാരാഷ്ട്രയിലെ മണ്ണും മനുഷ്യനും തുടങ്ങിയിട്ടുള്ള കൃതികൾ, ഹിന്ദു സൊസൈറ്റി ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ എന്ന കൃതി, ഇതെല്ലാം ഇരാവതിയുടെ സൃഷ്ടികളാണ്. യുഗാന്ത എന്ന ഗ്രന്ഥത്തിന് സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുകയും ചെയ്തു. മഹാഭാരതത്തിലെ കഥാപാത്രങ്ങളെ വളരെ പുരോഗമനപരമായ ഒരു രീതിയിൽ വിശകലനം ചെയ്ത് അപഗ്രഥിച്ച് നടത്തിയ ആ ഒരു രചന വേറിട്ട് നിൽക്കുന്ന ഒന്നാണ്. അത് നരവംശാസ്ത്രത്തിൻ്റെ മാത്രം മേഖലയിലല്ല, മറിച്ച് സാഹിത്യശാസ്ത്രത്തിൻ്റെയും രീതിയിൽ വലിയ പ്രാധാന്യം നേടിയെടുത്ത ഒരു കൃതിയാണ്. ഈ കൃതികളെല്ലാം ഇന്നും വളരെയേറെ, അതൊക്കെ സത്യത്തിൽ അവർ മരിച്ചിട്ട് 40 വർഷങ്ങളോളം കഴിഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും ആ പുസ്തകങ്ങളുടെ പ്രസക്തി ഇന്നും വളരെ ശക്തമായ രീതിയിൽ തന്നെ നിലനിൽക്കുകയാണ്. 1970 ഇരാവതി കാർവേ അന്തരിക്കുന്നത്. 1918 തിരുവിതാംകൂറിൽ ജനിച്ച അന്നാമാണി ഫിസിക്സാണ് തൻ്റെ ഗവേഷണ മേഖലയായി തിരഞ്ഞെടുത്തത്. നല്ല വിദ്യാഭ്യാസമുള്ള കുടുംബാംഗങ്ങളായതുകൊണ്ട് അവർക്ക് പഠനത്തിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും പെൺകുട്ടികളെ വിവാഹത്തിന് ഒരുക്കുകയും ആൺകുട്ടികളെ പഠിപ്പിച്ച് ഉയർന്ന പദവികളിലും ജോലികളിലും എത്തിക്കുകയും ചെയ്യുന്ന ഒരു പൊതുരീതി അവിടെയും നടപ്പുള്ളതായിരുന്നു. പക്ഷേ അവർ അതിന് തയ്യാറല്ല എന്ന് പ്രഖ്യാപിക്കുകയും പഠനത്തിന് വേണ്ടി അവർ അവരുടെ ജീവിതം ഒഴിഞ്ഞുവെക്കുകയും ചെയ്തു. 1925 വൈക്കം സത്യാഗ്രഹം ആ കാലഘട്ടത്തിലെ ജനങ്ങളുടെ എല്ലാം ജീവിത രീതിയെ, ചിന്തിക്കുന്ന ഒരു കേരളീയ വനിതയുടെ ജീവിത രീതിയെ സ്വാധീനിച്ച ഒന്നാണ്. സ്വാഭാവികമായും ഗാന്ധിജിയുടെ വരവും അയിത്തോച്ചാടന പ്രക്ഷോഭങ്ങളും മറ്റ് സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങളുമെല്ലാം തന്നെ അന്നാമാണിയെയും സ്വാധീനിക്കുകയും അവർ ഖാദി മാത്രമേ ഉടുക്കൂ, ഖദർ മാത്രമേ ധരിക്കൂ എന്ന ഒരു രീതിയിൽ തൻ്റെ ഒരു ആശയം സ്ഥാപിക്കുകയും ചെയ്തു. അങ്ങനെ വ്യക്തി സ്വാതന്ത്ര്യം എന്നുള്ളത് പരമപ്രധാനമായൊരു കാര്യമാണ് എന്ന് ദേശീയ സ്വാതന്ത്ര്യ സമരത്തോട് അടുത്ത് ഇടപഴകി അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെ അന്നാമാണി തൻ്റെ സ്വതന്ത്രമായ ഒരു ഗവേഷണ പദ്ധതിയിലൂടെ മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. തുടർന്ന് ഗവേഷണത്തിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ അവർ റിസർച്ചിന് വേണ്ടി ചേർന്നു. CV രാമൻ്റെ, വളരെ പ്രസിദ്ധനായ CV രാമൻ്റെ ലബോറട്ടറിയിലാണ് അവർ റിസർച്ച് സ്റ്റുഡൻ്റായി ചേർന്നത്.
തുടർന്ന് നടത്തുന്ന ഒരുപാട് ക്ലേശകരമായിട്ടുള്ള ഗവേഷണങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ അവർക്ക് ഔദ്യോഗികമായി MSc ബിരുദമില്ലാത്തതുകൊണ്ട് ഗവേഷണ ബിരുദം നൽകാൻ സാധിക്കില്ല എന്നുള്ള ഒരു നിലപാടാണ് അന്ന് കൈക്കൊണ്ടത്. പലപ്പോഴും ഇത്തരത്തിലുള്ള വളരെ വിചിത്രമായ ചില നിയമങ്ങൾ പല കാര്യങ്ങൾക്കും തടസ്സമായി മാറുമല്ലോ. തുടർന്ന് അവർ ഇംഗ്ലണ്ടിലേക്ക് പോവുകയും സ്കോളർഷിപ്പ്, കാലാവസ്ഥാ പഠനത്തിനുള്ള ഉപകരണങ്ങൾ സംബന്ധിച്ച ഒരു ഗവേഷണത്തിന് ഉതകുന്ന സ്കോളർഷിപ്പാണ് കിട്ടിയത് എന്നതുകൊണ്ട് അതിൽ എത്തിപ്പെടുകയും ചെയ്തു. 1948 ഇന്ത്യയിലേക്ക് മടങ്ങി പിന്നീട് പൂനെയിലെ ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിൽ ചേരുകയും ചെയ്തു. അന്നമാണിയുടെ ജീവിത ഘട്ടങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ നമുക്കൊരു കാര്യം അറിയാൻ സാധിക്കും. തൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു ഗവേഷണ ജീവിതം പലപ്പോഴും അവർക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ എവിടെയാണോ എത്തിപ്പെട്ടത് ആ പഠന മേഖലയിൽ തൻ്റെ മികവ് തെളിയിക്കുകയാണ് അവർ ചെയ്തത്. അപ്പോൾ തൻ്റെ ജീവിതത്തെക്കുറിച്ചും നേട്ടങ്ങളെക്കുറിച്ചുമൊക്കെ വസ്തുനിഷ്ഠമായ ഒരു വീക്ഷണമുണ്ടായിരുന്ന, ഒരു ഐഡിയോളജിയിൽ പ്രവർത്തിച്ചിരുന്ന അവർക്ക് വനിതാ ഭൗതിക ശാസ്ത്രജ്ഞരുടെ മേഖലയിൽ സ്വന്തമായ ഒരു പാത വെട്ടി തുറക്കാൻ സാധിച്ചു. കമൽ സമർത്ത് എന്ന ക്യാൻസർ ബയോളജി ശാസ്ത്രജ്ഞ 1917 പൂനെയിൽ ജനിച്ചത്. ജീവശാസ്ത്ര അധ്യാപകനായിരുന്ന അച്ഛൻ തൻ്റെ പെൺമക്കൾക്ക് എല്ലാവർക്കും നല്ല വിദ്യാഭ്യാസം നൽകണമെന്നുള്ള ഒരു നിർബന്ധം ഉള്ള വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് യാതൊരു തടസ്സങ്ങളുമില്ലാതെ അവരുടെ പഠനം നിർവഹിക്കാൻ സാധിച്ചു. ഡോക്ടറേറ്റ് എടുത്തതിന് ശേഷം അവർ ലബോറട്ടറിയിൽ തുടർ ഗവേഷണങ്ങൾ നടത്തുകയും ഇന്ത്യൻ ക്യാൻസർ റിസർച്ച് സെൻ്ററിൽ ആദ്യത്തെ ടിഷ്യൂ കൾച്ചർ ലബോറട്ടറി സ്ഥാപിക്കുകയും ചെയ്തു. അപ്പോൾ ഇന്ത്യയിൽ അത്തരത്തിലുള്ള ഒരു ലബോറട്ടറി വളരെ പുതിയ ഒരു കാൽവയ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് ജീവശാസ്ത്രജ്ഞർക്കും ജൈവ രസതന്ത്രജ്ഞർക്കും നല്ല പ്രവർത്തനം കാഴ്ചവെക്കാൻ ഈ ഒരു സംരംഭം ഇടയാക്കി. ക്യാൻസർ ബയോളജിയുടെ വിവിധ മേഖലകളിൽ പഠനം നടത്തുക എന്നുള്ളതാണ് അവർ പിന്നീട് ചെയ്തത്. അത് നമുക്കറിയാമല്ലോ, ഏറ്റവും അധികം നല്ല ഫലം ഉണ്ടാകേണ്ട ഒരു മേഖല തന്നെയായിരുന്നു. അർബുദ രോഗത്തിൻ്റെ പലതരത്തിലുള്ള പ്രശ്നങ്ങളെ മനസ്സിലാക്കാൻ, ആ രോഗത്തെക്കുറിച്ച് കൃത്യമായി പഠിക്കാൻ വേണ്ടി ഒരുപാട് തുടർച്ചയായ തീവ്രമായ പരീക്ഷണങ്ങളിൽ അവർ ഏർപ്പെട്ടു. സഹപ്രവർത്തകരും വിദ്യാർത്ഥികളും എല്ലാവരും അവരെ അക്കാര്യത്തിൽ അവരുടെ ആ ഒരു നേതൃത്വ പാടവത്തെ പ്രത്യേകമായി എടുത്ത് ഓർമ്മിക്കുന്നുണ്ട്. ഇന്ത്യൻ വിമൻ സയൻറ്റിസ്റ്റ് അസോസിയേഷൻ സ്ഥാപിച്ചത് ഇവരാണ്. ഈ ശാസ്ത്രജ്ഞയുടെ വലിയ ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമായി സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള സാധാരണ ജനങ്ങളിലേക്ക് ശാസ്ത്രത്തെ വ്യാപിപ്പിക്കുക എന്ന ഒരു ലക്ഷ്യം നിറവേറ്റാൻ സാധിച്ചു. നമുക്കറിയാം, നമ്മുടെ പല ഗ്രാമീണ മേഖലകളിലും ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസത്തിന് താല്പര്യമുള്ളവർക്ക് പോലും പലപ്പോഴും അത് ചെയ്യാൻ പറ്റുമായിരുന്നില്ല. ഇപ്പോഴത്തെ കാര്യമല്ല, കുറച്ച് മുൻപുള്ള കാര്യമാണ്. ആ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് വലിയ ഒരു നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ദർശൻ രംഗനാഥൻ 1941 ജനിച്ചത്. ഓർഗാനിക് കെമിസ്ട്രിയിലാണ് അവർ അവരുടെ പഠനം ആരംഭിച്ചത്. ഇന്ത്യയിൽ വനിതാ ശാസ്ത്രജ്ഞരാകാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടികൾക്ക് എല്ലാവർക്കും ദർശൻ രംഗനാഥൻ വലിയ ഒരു പ്രോത്സാഹനമാണ് പരോക്ഷവും പ്രത്യക്ഷവുമായി നൽകിയത് എന്ന് പറയപ്പെടുന്നു. ഇന്ത്യൻ അക്കാദമി ഓഫ് സയൻസിൻ്റെ ഫെല്ലോ ആയി അവർ പ്രവർത്തിച്ചിട്ടുണ്ട്. നാഷണൽ സയൻസ് അക്കാദമിയുടെ ഫെല്ലോ ആയിട്ടും ദർശൻ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. നിരവധി പുരസ്കാരങ്ങൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. പഠന സംബന്ധമായ വിഷയങ്ങളിൽ ഒരു ശാസ്ത്രജ്ഞ കൈവരിക്കേണ്ട ഏകാഗ്രമായ
ഒരു പരിശീലനത്തെക്കുറിച്ച് അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ വിദ്യാർത്ഥികൾക്കും സഹപ്രവർത്തകർക്കുമെല്ലാം വലിയ ഒരു പ്രോത്സാഹനമാണ് അവരുടെ സാന്നിധ്യം തന്നെ നൽകിയിരുന്നത്. ഓർഗാനിക് കെമിസ്ട്രിയുടെ വലിയ ചില സാങ്കേതികമായിട്ടുള്ള ഉയരങ്ങളിലേക്ക് പഠനത്തിലൂടെ പോകാൻ ആയി അവർക്ക് സാധിച്ചു. പിന്നീട് അവർക്ക് ക്യാൻസർ ബാധിച്ചതുകൊണ്ട് വളരെ അധികം ഒന്നും റിസർച്ച് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ പ്രവർത്തിക്കാൻ അവർക്ക് സാധിച്ചില്ല. വളരെ പെട്ടെന്ന് എന്ന് വെച്ചാൽ 60ാമത്തെ വയസ്സിലാണ് അവർ അന്തരിക്കുന്നത്. ഒരുപക്ഷെ ഒരുപാട് ജീവിതത്തിൻ്റെ മേഖലകളിൽ ഇനിയും പ്രവർത്തിക്കാനുള്ള ഒരു കരുത്ത് മാനസികമായി ഉണ്ടായിരുന്ന അവർക്ക് വളരെ പെട്ടെന്ന് തൻ്റെ ഈ പ്രവർത്തനങ്ങൾ, സേവനങ്ങളൊക്കെ അവസാനിപ്പിക്കേണ്ടി വന്നു. ഓർഗാനിക് കെമിസ്ട്രിയിലെ ഒരുപാട് സാങ്കേതികമായിട്ടുള്ള വിഷയങ്ങളിൽ അവർ പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. ഓർഗാനിക് രസതന്ത്രജ്ഞരെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്ന ചില പുസ്തകങ്ങൾ തന്നെയാണ് അവർ എഴുതിയിട്ടുള്ളത്. ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാദമി അനുസ്മരണ പ്രഭാഷണം ഇവരുടെ പേരിൽ നടത്തുന്നുണ്ട്. അങ്ങനെ വനിതാ ശാസ്ത്രജ്ഞ എന്ന രീതിയിൽ മരണശേഷവും അവർ അവരുടേതായിട്ടുള്ള ഒരു ഓർമ്മ അവരുടെ ശിഷ്യർ, അവരുടെ സഹപ്രവർത്തകരെല്ലാം നിലനിർത്തിക്കൊണ്ടിരിക്കുന്നു. രസതന്ത്രത്തിൽ പഠനവും ഗവേഷണവും നിർവഹിച്ച കമല സോഹ്നിയാണ് അടുത്ത വനിതാ ശാസ്ത്രജ്ഞ. അവർക്ക് രസതന്ത്രജ്ഞയാകണം എന്നുള്ള ആഗ്രഹമാണ് ഉണ്ടായിരുന്നത്. ബാംഗ്ലൂരിലെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ നിന്ന് ആദ്യത്തെ ബാച്ചിൽ തന്നെ പാസ്സായ വ്യക്തിയായിരുന്നു കമല. തുടർന്ന് ബോംബെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 1ാം റാങ്കോടെ BSc പാസ്സായ കമല ബാംഗ്ലൂരിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗവേഷണം ചെയ്യണമെന്ന് തീരുമാനിച്ചെങ്കിലും പ്രവേശനത്തിനായി അപേക്ഷ നൽകിയപ്പോൾ അത് തിരസ്കരിച്ചുകൊണ്ടുള്ള മറുപടിയാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. അതിന് കാരണം പറഞ്ഞത് എന്താണ്? അതാണ് വിചിത്രമായത്. ഒരു സ്ത്രീയാണ് എന്നതാണ് അതിന് കാരണം പറഞ്ഞത്. അന്നത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ വളരെ പ്രശസ്തനായ പ്രതിഭാശാലിയായ സർ CV രാമൻ ആയിരുന്നു എന്നുള്ളത് ഏറ്റവും നമുക്ക് അത്ഭുതകരമായിട്ടുള്ള, വിചിത്രമായിട്ടുള്ള ഒരു അറിവാണ്. കാരണം അങ്ങനെ ശാസ്ത്ര പ്രതിഭയായ ഒരു വ്യക്തിക്ക് പോലും ഒരു സ്ത്രീ പ്രാതിനിധ്യത്തെ ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ പ്രായോഗികമായ ചില ബുദ്ധിമുട്ടുകളുടെ പേരിലായിരിക്കാം എങ്കിൽ പോലും അത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വനിതാ ശാസ്ത്രജ്ഞരോടുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു എന്നുള്ളത് പറയേണ്ടി വരുന്നു നമുക്ക്. പക്ഷേ പിന്നീട് CV രാമൻ്റെ ഓഫീസിന് മുന്നിൽ സത്യാഗ്രഹം ഇരിക്കാൻ തീരുമാനിക്കുകയും 1 വർഷം മുഴുവൻ എന്ന ഉപാധിയോടുകൂടി അവർക്ക് പ്രവേശനം നൽകാൻ CV രാമൻ നിർബന്ധിതനാവുകയും ചെയ്തു. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു സന്ദർഭത്തിൽ അവർ ആ നിബന്ധനകളെല്ലാം സ്വീകരിക്കുകയാണ് ചെയ്തത്. കാരണം അവരുടെ ഉള്ളിൽ തിളച്ചു പൊങ്ങുന്ന അമർഷവും അവജ്ഞയും പഠനത്തിന് തടസ്സമാകുന്ന വിധത്തിൽ ഒരു റബൽ എന്ന രീതിയിൽ ഇറങ്ങിപ്പോവുകയല്ല വേണ്ടത് എന്ന് അവരെ ഉള്ളിൽ ഉപദേശിച്ചിട്ടുണ്ടാകണം. അങ്ങനെ കമല സോഹ്നി ആ വലിയ ഒരു കടമ്പ കടന്നു. എത്ര നിസ്സാരമായ രീതിയിലാണ് ഒരു സ്ത്രീ ഗവേഷകയുടെ വഴികൾ തടയപ്പെടുന്നത് എന്നുള്ളത് നമ്മളിവിടെ ചിന്തിക്കേണ്ടതാണ്. തുടർന്ന് പാൽ, പയറുവർഗ്ഗങ്ങൾ തുടങ്ങിയവയിലെ പ്രോട്ടീൻ സംബന്ധിച്ച ഗവേഷണങ്ങൾ നടത്തുകയും ഇന്ത്യൻ പോഷകാഹാര പശ്ചാത്തലത്തിൽ ഇതിന് വലിയ ഒരു പ്രാധാന്യം നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്തു. ഭക്ഷണത്തിലെ പ്രാധാന്യത്തെക്കുറിച്ച് ആ കാലഘട്ടത്തിൽ ആരും തന്നെ അങ്ങനെ ഒരു ഗവേഷണം നടത്തിയിരുന്നില്ല. ഒരുപാട് ഗവേഷണങ്ങളിലൂടെ ഇന്ത്യൻ ഭക്ഷണ സംസ്കാരത്തെക്കുറിച്ച് തന്നെ ഒരു വലിയ പഠനം നടത്തുകയുണ്ടായി. ഭക്ഷണ സംസ്കാരം എന്ന് വെച്ചാൽ ഓരോ ജനവിഭാഗത്തിനും
സ്വാഭാവികമായി ലഭിക്കുന്ന ഭക്ഷണങ്ങളുണ്ട്. അത് അവർക്ക് എത്രമാത്രം പ്രയോജനപ്പെടുന്നു എന്നുള്ള രീതിയിൽ തനതായ ചില ഗവേഷണങ്ങൾ നടത്താൻ അവർക്ക് സാധിച്ചു. ആദിവാസി വിഭാഗങ്ങൾ ഉപയോഗിക്കുന്ന അവരുടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഗർഭിണികൾക്കും ഒക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ചില വസ്തുക്കളെക്കുറിച്ചുള്ള പഠനങ്ങൾ അവരുടെ കീഴിൽ ഗവേഷണം ചെയ്ത വിദ്യാർത്ഥികൾ വളരെ നല്ല രീതിയിൽ തെളിയിക്കുകയുണ്ടായി. തുടർന്ന് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലായി ഇത്തരത്തിലുള്ള ആരോഗ്യ സംബന്ധമായ ഭക്ഷണ ഗവേഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയുണ്ടായി. അങ്ങനെ വളരെ പ്രായോഗികമായി തന്നെ പുതിയ ഒരു ജീവിതത്തിന് വഴി തെളിക്കുന്ന ഒരു മാതൃകയാണ് കമല സ്വാഗ്നി തൻ്റെ ജീവിതത്തിലൂടെ ഉണ്ടാക്കിയത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആണ് ലീലാവതീസ് ഡോട്ടേഴ്സ് പ്രസിദ്ധീകരിച്ചത്. അത് എഡിറ്റ് ചെയ്തത് രാമസ്വാമിയും രോഹിണി ഗോഡ്ബോളയും ആണ്. മലയാളത്തിലേക്ക് ലീലാവതിയുടെ പെൺമക്കൾ എന്ന പേരിൽ ഈ പുസ്തകം വിവർത്തനം ചെയ്തത് കെ രമയാണ്. ഈ പുസ്തകം ഇന്ത്യൻ വനിതാ ശാസ്ത്രജ്ഞരെക്കുറിച്ചുള്ള ഒരു മുഴുവൻ ചിത്രവും അവതരിപ്പിക്കുന്നില്ല എന്ന് ഇതിൻ്റെ പ്രസാധകർ പറഞ്ഞിട്ടുണ്ട്. കാരണം പല കാരണങ്ങൾ കൊണ്ടും എല്ലാവരുടെയും വിവരങ്ങൾ ശേഖരിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ചിലരൊക്കെ അവർക്ക് തന്നെ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഇതിൽ രേഖപ്പെടുത്തപ്പെടാൻ ശ്രമിക്കാതിരുന്നത്. നമുക്ക് ഇനി ആരെക്കുറിച്ചെങ്കിലും അറിവ് കിട്ടുന്നുണ്ടെങ്കിൽ, ഇതിൽ ഉൾപ്പെടാത്ത വനിതാ ശാസ്ത്രജ്ഞയെക്കുറിച്ച് അറിയുന്നുണ്ടെങ്കിൽ അത് പ്രത്യേകം നിർദ്ദേശിക്കുവാനും പ്രസാധകർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തുടർച്ചയായി ഇതിൻ്റെ അടുത്ത ഒരു പുസ്തകം ഇറങ്ങുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ത്യൻ വനിതാ ശാസ്ത്രജ്ഞരെക്കുറിച്ചുള്ള ഈ ഒരു പുസ്തകത്തിൽ ആദ്യം പറഞ്ഞല്ലോ 98 വനിതാ ശാസ്ത്രജ്ഞരെക്കുറിച്ചുള്ള വിവരണങ്ങളാണ് ഇതിലുള്ളത്. ഈ ഒരു ചിത്രം നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് എന്താണ്? ഇന്ത്യയിലെ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള സ്ത്രീകൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഏതെല്ലാം അന്തരീക്ഷത്തിലാണ് അവർ അവരുടെ വിദ്യാഭ്യാസത്തെ മുന്നോട്ട് കൊണ്ടുപോയത്? ഇതിൽ തന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മളൊന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അല്പമെങ്കിലും വിദ്യാഭ്യാസത്തോടോ സ്ത്രീ സ്വാതന്ത്ര്യത്തോടോ താല്പര്യമുണ്ടായിരുന്ന ഒരു ഭൗതിക സാഹചര്യം ഉണ്ടായിരുന്നതുകൊണ്ടാണ്, അവർക്ക് ചുറ്റുമുണ്ടായിരുന്നുകൊണ്ടാണ് ഇവരെല്ലാം തന്നെ ഇങ്ങനെയെങ്കിലും ഒരു രീതിയിലേക്ക് എത്തിപ്പെട്ടത്. പക്ഷേ നമുക്കറിയാം, ഇന്ത്യൻ സാഹചര്യം എന്നുള്ളത് പെൺകുട്ടികളെ പഠിക്കാനൊട്ടും പറഞ്ഞയക്കാത്ത ഒരു മനോഭാവമായിരുന്നു മുൻപ് പുലർത്തിയിരുന്നത്. ഇന്നാകട്ടെ വിദ്യാഭ്യാസത്തിന് അനുവദിക്കാനുള്ള ഒരു അന്തരീക്ഷം, അത് ഇത് പറയുന്ന സമയത്ത് സ്ത്രീകളെ സമ്മതിക്കാത്തത് പുരുഷന്മാരാണ് എന്നുള്ള അർത്ഥത്തിൽ എടുക്കുകയേ ചെയ്യേണ്ട കാര്യമില്ല. കാരണം സ്ത്രീയും പുരുഷനും എല്ലാവരും ഉൾപ്പെടുന്ന ഒരു സമൂഹം തന്നെയാണ് ഇത്തരത്തിലുള്ള ചില അധീശ സ്വഭാവം കാണിക്കുന്നത്. പലപ്പോഴും സ്ത്രീകളെ ഉന്നത പഠനത്തിന് അല്ലെങ്കിൽ ജോലിക്കൊക്കെ അയക്കാൻ വിമുഖത കാണിക്കുന്നവരിൽ സ്ത്രീ പുരുഷ ഭേദമൊന്നുമില്ല. നമുക്ക് തീർച്ചയായും ഈ അന്തരീക്ഷത്തെ മാറ്റിയെടുക്കേണ്ടതുണ്ട് എന്ന് ഈ സമയത്തും നമുക്ക് പറയേണ്ടി വരികയാണ്, ചില കഥകളൊക്കെ കേൾക്കുന്ന സമയത്ത്. അതുകൊണ്ടാണ് ലീലാവതീസ് ഡോട്ടേഴ്സ് എന്നുള്ള ഒരു പുസ്തകത്തെക്കുറിച്ചുള്ള ഒരു ചർച്ച ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുന്നത്. എത്രയോ പെൺകുട്ടികളാണ് അവരുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച്, അവരുടെ ഒരു സ്വാശ്രയ ബോധത്തിനനുസരിച്ച് തൻ്റെ ജീവിതത്തെ കരുപിടിപ്പിക്കാൻ സാധിക്കാതെ പോകുന്നത്. പലപ്പോഴും ചില സമ്മർദ്ദങ്ങൾക്ക് വഴിപ്പെട്ട് പഠനമോ അല്ലെങ്കിൽ ജോലിയോ നിർത്തിവെക്കേണ്ടി വരുന്നത് സ്ത്രീകൾക്കാണ്. ആ ഒരു നിലപാട് ഒരിക്കലും ശരിയല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ഇത്തരം പുസ്തകങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ ഒരു പുസ്തകത്തിൻ്റെ വായന വളരെ ആവശ്യമാണ് എന്ന് ഞാൻ പറയുകയാണ്. തീർച്ചയായും നിങ്ങളെല്ലാവരും ഈ ഒരു പുസ്തകം വായിച്ചിരിക്കണം. ഈ പുസ്തകത്തിലൂടെ നമ്മുടെ മുന്നിൽ വരുന്ന ജീവിത ചിത്രങ്ങൾ അനവധിയാണ്. അത് ഇങ്ങനെ ഒരു കുറച്ച് സമയത്ത് നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒന്നല്ല. CV രാമനെ പോലെയുള്ള അപൂർവ പ്രതിഭാശാലികളായ ശാസ്ത്രജ്ഞർ പോലും പെൺകുട്ടികൾ റിസർച്ച് ചെയ്യാൻ വേണ്ടി വരുന്നതിൽ വിമുഖത കാണിച്ചിരുന്നു എന്നുള്ളത് മനസ്സിലാകുമ്പോൾ നമുക്ക് എന്തൊരു ഞെട്ടലാണ് ഉണ്ടാകേണ്ടത്, അല്ലേ?
ആ ഒരു അവസ്ഥാവിശേഷം മാറുകയും എല്ലാവർക്കും ഒരുപോലെ ഈ ഒരു ശാസ്ത്ര ലോകത്ത്, പ്രത്യേകിച്ചും ശാസ്ത്ര സാങ്കേതിക ലോകത്ത് സമർപ്പണ ബുദ്ധിയോടുകൂടിയുള്ള ഒരു പ്രവർത്തനത്തിന് കൂടുതൽ ജാഗ്രത ആവശ്യമാണ്. അത്തരത്തിലുള്ള ഒരു ജാഗ്രതയെ അനുവദിച്ച് കൊടുക്കാനുള്ള, ആ ജാഗ്രതയോട് കൂടിയുള്ള പ്രവർത്തനത്തെ അനുവദിച്ചു കൊടുക്കാനുള്ള ഒരു സാമൂഹ്യ ബോധം, ഒരു പൊതുബോധം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. തീർച്ചയായും അത് ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ലോകവും ജീവിതവുമൊക്കെ മാറുകയാണ്. ആ മാറുന്നതിനനുസരിച്ച് ഒന്നുകൂടി നിറമുള്ള സ്വപ്നങ്ങൾ ശാസ്ത്ര ലോകത്ത് വിടർത്താനായി സ്ത്രീകൾക്ക് സാധിക്കട്ടെ എന്നാണ് ഇതിൻ്റെ പ്രസാധകരോടൊപ്പം നമ്മളും ചിന്തിക്കുക. നന്ദി.